പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനും ചിന്തിക്കാനുമുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ഭാഗമാണ്. ഇത് മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. മലയിലെ പ്രസംഗം ലോക സാഹിത്യത്തെ, ലോകത്തിൻ്റെ ധാർമ്മിക ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഭാഗമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ നീതിന്യായ സംവിധാനങ്ങൾ പോലും രൂപപ്പെട്ടു വന്നത്. ആ തരത്തിൽ ശിക്ഷാ സിദ്ധാന്തങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നതിന് ആധാരമായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും ഒക്കെ ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള അനേക നേതാക്കന്മാരെ സ്വാധീനിച്ച അതിമഹത്തായ ഗിരിപ്രഭാഷണം, എത്തിക്സിൻ്റെ ധാർമ്മികതയുടെ ഉന്നത പരമകാഷ്ഠയിൽ എത്തിയിരിക്കുന്ന ഭാഗമാണിത്. ഇതിലപ്പുറത്തേക്ക് ലോകത്തിന് ഒരു ധാർമ്മിക ചിന്തയില്ല. എത്തിക്സ് അതിൻ്റെ ക്ലൈമാക്സിൽ മലയിലെ പ്രസംഗത്തിലെത്തുകയാണ്. മലയിലെ പ്രസംഗം എന്ന പേര് നൽകിയത് വിശുദ്ധ അഗസ്തീനോസാണ്. ഗിരിപ്രഭാഷണം എന്ന പേര് നൽകിയത് മോശയുടെ നേതൃത്വത്തിലുള്ള സീനായ് ഉടമ്പടി ദൈവം നൽകുമ്പോൾ അത് തുടങ്ങുന്ന 10 കൽപ്പനകളിലൂടെയാണ്. അതുപോലെ ഈ സുവിശേഷ ഭാഗം 8 അഷ്ടസൗഭാഗ്യങ്ങളോടുകൂടി ആരംഭിക്കുന്നു. അതിനുശേഷം യഹൂദ ചിന്തയുടെ ആത്മീയതയുടെ ഓരോ ഘടകങ്ങളെ എടുത്തിട്ട് ഈശോ എങ്ങനെയാണ് ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. യഹൂദ ആത്മീയ ചിന്തകളുടെ ആധാരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തെ ദാനധർമ്മം, മൂന്നാമത്തെ ഉപവാസം. ഈ 3 കാര്യങ്ങളെ ഓരോന്നെടുത്ത് ഈശോ വിശകലനം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വർഗപ്രാപ്തി നേടേണ്ടത് എന്നതിൻ്റെ ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ സ്വർഗം നേടാൻ വേണ്ടി ഏത് തരത്തിൽ നാം ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് മലയിലെ പ്രസംഗത്തിലെ ഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ വായിച്ച് ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗം അത് എങ്ങനെ ദൈവത്തോടും പണത്തോടുമുള്ള മനോഭാവം എന്താണെന്ന് പറയുന്ന സുവിശേഷ ഭാഗം. അതിന് വിരുദ്ധങ്ങളായ 2 പ്രതീകങ്ങളെ ഈശോ ഉപയോഗിക്കുകയാണ്. യഹൂദ പഠിപ്പീരിൻ്റെ ഒരു രീതി അതായിരുന്നു. അത് യവന ചിന്തയുടെ പഴയകാല ഗ്രീക്ക് പഠിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 2 പ്രതീകങ്ങൾ, വൈരുദ്ധ്യമായ 2 പ്രതീകങ്ങളെ എടുത്തിട്ട് നന്മയെ പഠിപ്പിക്കുക, ധാർമ്മികത പഠിപ്പിക്കുക എന്നുള്ളത്. ആ തരത്തിൽ ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഈ വൈരുദ്ധ്യം ഉപയോഗിക്കുന്നുണ്ട്. വിശാലമായ വഴി, ഇടുങ്ങിയ വഴി, പാറമേൽ പണിത വീട്, മണലിൽ പണിത വീട്, അങ്ങനെയുള്ള ഈ വൈരുദ്ധ്യങ്ങൾ എപ്പോഴും ഈശോ ഉപയോഗിക്കുന്നുണ്ട്. ഫരിസേയനും ചുങ്കക്കാരനും ഒക്കെ ഇപ്പോൾ 2 കാര്യങ്ങൾ എടുത്തിട്ട് അതിലൂടെ പഠിപ്പിക്കുക. ഇവിടെ ഈശോ ദൈവവും പണവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഈശോ 2 പ്രതീകങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തത് സ്വർഗത്തിലെ നിക്ഷേപം, രണ്ടാമത്തത് ഭൂമിയിലെ നിക്ഷേപം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. ഭൂമിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സമ്പത്താണ്. അത് നശിച്ചു പോകുന്നതാണ്, ശാശ്വതമല്ല, ലൗകിക സമ്പത്താണ്. ദൈവത്തെ ഓർക്കാതെ, ആത്മീയതയില്ലാതെ സമ്പത്ത് സൂക്ഷിക്കുന്നതെല്ലാം പിന്നീട് നശിച്ചു പോകും. ഞാൻ ഓർക്കുന്നത് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു കാര്യമാണ്. വലിയ ധനികനായ ഒരു മനുഷ്യനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം തന്നെ 250ഓളം റബ്ബർ ഷീറ്റുകളുണ്ട്. അന്ന് നല്ല വിലയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറയൂറും കാന്തല്ലൂരും ഒക്കെ അദ്ദേഹത്തിന് എസ്റ്റേറ്റുകളുണ്ട്. അതുകൂടാതെ പല ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ലക്ഷപ്രഭുവാണ്, കോടീശ്വരനാണ്. എന്നാൽ ഇന്ന് 35 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ധനമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ വലിയ ആഭാസന്മാരായി മാറി, വലിയ കുടിയന്മാരായി മാറി, പലതും വിറ്റുതൊലച്ചു, പാപ്പരായ സ്ഥിതിയിലാണിപ്പോൾ. അങ്ങനെയുള്ള ഭൗതിക സമ്പത്ത് അത് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വേറൊരു സംഭവം ഓർക്കുന്നത്, ഒരു വീടിന് അത് മോശമായ അതിന് ഓടിയിടാൻ വേണ്ടി ആളുകളുടെ ഇടയ്ക്ക് അല്പം പണമുള്ളവരുടെ അടുത്ത് സംഭാവന ശേഖരണത്തിന് ചെന്നപ്പോൾ ഉള്ള കാര്യം ഓർക്കുകയാണ്.
ഒരു മനുഷ്യനോട്, ധനികനായ ഒരു മനുഷ്യനോട് 10,000 രൂപ എന്ന് ചോദിച്ചപ്പോൾ കൂടെ ആളുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ അദ്ദേഹത്തിൻ്റെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു 15 ലക്ഷം രൂപയ്ക്ക് തീരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ 20 ലക്ഷം രൂപയോളായി. അപ്പോൾ വല്ലാത്ത ചെലവുകളാണ്. അവസാനം അയാൾ 1000 രൂപയാണ് തന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതാപത്തിൽ നിന്നെല്ലാം താഴെ പോയിരിക്കുന്നു. ഭൗതിക സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് അത് ശാശ്വതമായ നിക്ഷേപമല്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ പലപ്പോഴും പണത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ ധനവാന്റെയും ലാസറിൻ്റെയും ആ ഉപമ പറഞ്ഞു. എങ്ങനെയാണ് ധനവാന്റെ സ്വർഗ പ്രാപ്തിക്ക് വിഘാതമായി എന്ത് നിന്നു എന്ന് ഈശോ പഠിപ്പിച്ചല്ലോ. അതുപോലെ ഈശോ എൻ്റെ സമ്പത്ത് എൻ്റെ സഹോദരന്മായി പങ്കുവയ്ക്കാൻ അവനോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു വരുന്നവനോട് ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് എന്നെ നിങ്ങളുടെ ന്യായാധിപനായിട്ട് നിയമിച്ചത്, സ്വത്തും ഭാഗിക്കുന്നവനായിട്ട് നിയമിച്ചത്? അതുപോലെ ഈശോ ഭോഷനായ ധനിയൻ്റെ ആ ഉപമ പറയുന്നുണ്ട്. അതിനെല്ലാം ഉപരി അവസാനമായിട്ട് അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് എന്ന രീതി ഈശോ പറയുന്നു, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ധനത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഈശോ പറയാണ്. രണ്ടാമത്തെ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ. സ്വർഗത്തിലെ നിക്ഷേപം എന്താണ് യഥാർത്ഥത്തിൽ? ഇവിടെ നിക്ഷേപം എന്ന പദം ഈശോ ഉപയോഗിക്കുന്നത് വേറൊരർത്ഥത്തിലാണ് എന്നാണ് പറയുന്നത്. യഹൂദ ചിന്തയിൽ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. ദാനധർമ്മം നടത്തുമ്പോഴാണ് സ്വർഗത്തിൽ നാം നിക്ഷേപം സൂക്ഷിക്കുന്നത്. അത് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിലാണ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ അത് വ്യക്തമാകുന്നുണ്ട്. അവിടെ പറയുന്നു, സമ്പത്തേറുമ്പോൾ ദാനധർമ്മം ചെയ്യുക, ദാരിദ്ര്യകാലത്ത് നീ നിനക്ക് വേണ്ടി നിക്ഷേപം കരുതി വയ്ക്കുകയായിരിക്കും. പ്രഭാഷകൻ 29:12 പറയുന്നുണ്ട്, ദാനധർമ്മമാകട്ടെ നിന്റെ നിക്ഷേപം. അതുകൊണ്ടായിരിക്കാം ശ്രാദ്ധ പ്രാർത്ഥനയിൽ, മരിച്ചടക്ക് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷമുള്ള ശ്രാദ്ധ പ്രാർത്ഥനയിൽ ഇങ്ങനെ പുരോഹിതൻ പ്രാർത്ഥിക്കും, ജീവിതകാലത്ത് ഇയാൾ ചെയ്ത ദാനധർമ്മങ്ങളെ പ്രതി ഇയാളുടെ പാപങ്ങളും കടങ്ങളും മോചിക്കണമേ എന്ന്. ഇപ്പോൾ ദാനധർമ്മമാണ് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് തോമാസ്ലിയായുടെ ജീവിതത്തിൽ, തോമാസ്ലിയായുടെ പ്രബോധനങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തോമാസ്ലിഹ ഇന്ത്യയിൽ ഗുണ്ടഫർ രാജാവിൻ്റെ കൊട്ടാരം പണിയാനായിട്ട് എത്തുമ്പോൾ അവിടെ ഈ നമ്മൾ റംബാൻ പാട്ടിൽ പാടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിങ്ങനെയാണ്, ഏതാനും ചില മുതലുകൾ കൂടി ചോഴപ്പെരുമാളിൽ നിന്നും ഏതാനും ചില പണികൾക്കായി വീണ്ടും മാർത്തോമാ വാങ്ങി, എളിയ ജനത്തിനാദരവിനായി ആ മുതലെല്ലാം ചിലവാക്കി, എളിയ ജനത്തിൻ ദാതാവായിട്ടറിയിച്ചു തൻ മാർഗത്തെ. അപ്പോൾ എളിയ ജനങ്ങൾക്ക് വേണ്ടി ഈ ദാനധർമ്മം ചെയ്യുകയാണ് ഈ സമ്പത്ത് വാങ്ങിയിട്ട്. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത്, ഈ രാജാവിൻ്റെ മകൻ, മൃതനായ മകൻ, അവന് സ്വർഗരാജ്യത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു കൊട്ടാരം തോമാസ്ലിയ പണിതായിട്ട് കാണുകയാണ്. എന്നിട്ട് അവനെ തോമാസ്ലിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ ദാനധർമ്മമാണ് സ്വർഗത്തിലെ നമ്മുടെ നിക്ഷേപം എന്ന് ഈ ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പിന്നീട് നമ്മുടെ പഴയകാലത്തെ കാരണവന്മാരുൾപ്പെടെയുള്ളവരുടെ നമ്മൾ നോക്കുക, ദൈവത്തിനും ദൈവരാജ്യത്തിൻ്റെ നീതിക്കും വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവരായിരുന്നു ഒരുപാട് പേർ. ഇന്ന് നമ്മൾ വലിയ പ്രസ്റ്റീജ് മാളികകളൊക്കെ പണിത്, വലിയ കോംപ്ലക്സുകളൊക്കെ പണിത്, അങ്ങനെ സഭയോടും ദൈവരാജ്യത്തിനോടും ഒന്നും ചേർന്ന് നിൽക്കാത്ത ധനികരായ മനുഷ്യർ ഒരുപാട് പേരെ നമ്മൾ ഇന്ന് കാണുകയാണ്. പഴയ കാലങ്ങളിൽ പള്ളിയുടെയൊക്കെ മുൻവശങ്ങളിൽ അടക്കിയിരുന്ന അൽമായ പ്രമുഖരെ നമ്മൾ നോക്കുക. അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും പള്ളിക്കും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്ന മനുഷ്യർ. എത്ര കോളേജുകളുടെ ഭൂമികളാണ് ഈ ധനവാന്മാരായ പഴയകാലത്തെ ആളുകൾ, എത്ര പള്ളികളുടെ സ്ഥലങ്ങളാണ്, അതിനുള്ള സ്ഥലങ്ങളാണ് ദാനം ചെയ്തിരുന്നത്. ആ കാലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തനിക്ക് വേണ്ടി മാത്രം സമ്പത്ത് സ്വരുക്കൂട്ടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. സഭയിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നവരുടെ എണ്ണം
കൂടുന്ന ശോചനീയമായ അവസ്ഥയും നമ്മൾ കാണുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഈശോ പറയുന്നു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും എന്ന്. കണ്ണിനെ കുറിച്ചുള്ള അത് യഹൂദരുടെ ഒരു സാഹിത്യാത്മകമായ ഒരു ഇതാണ്. നല്ല കണ്ണ്, ചീത്ത കണ്ണ് എന്നുള്ള പ്രയോഗം അവരുടെ ഇടയിലുണ്ടായിരുന്നു. നല്ല കണ്ണ് എന്ന് പറയുന്ന അനുകമ്പാർദ്രമായ മനസ്സ് എന്നുള്ളതാണ്. ഔദാര്യപൂർണമായ ഹൃദയം, അതെല്ലാമാണ് നല്ല കണ്ണിനെ സൂചിപ്പിക്കുന്നത്. നല്ല കണ്ണുള്ള ആളുകൾ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് ദാനം ചെയ്യും എന്ന് ഉള്ളത് യഹൂദരുടെ ചിന്തയായിരുന്നു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മനോഭാവം. ക്രിസ്തു സുവിത്ത് എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ യുവജനങ്ങൾക്കുള്ള പ്രബോധനത്തിൽ അവിടെ പറയുന്ന ഇതാണ്: വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം അത്ഭുതാവഹമായ നിർവചനമാണ്. അത് ക്രിസ്തു കണ്ടതുപോലെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ കാണുന്ന കാഴ്ച നമ്മളെങ്ങനെ, അതുകൊണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആൻ ഒപ്റ്റിമിസ്റ്റ് സീസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ എവരി കലാമിറ്റി ബട്ട് എ പെസിമിസ്റ്റ് സീസ് എ കലാമിറ്റി ഇൻ എവരി ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. നമ്മൾ കാണുന്ന ആ കാഴ്ച നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ ജീവിതത്തെ തന്നെ നിർണയിക്കും എന്ന് പറയുകയാണ്. നമ്മൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് വന്നാൽ ഈശോ പഠിപ്പിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, നമ്മുടെ കാഴ്ചകൾ ശുദ്ധിയുള്ളതായിരിക്കണം എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം, ഇതിൻ്റെ 2 ഭാഗങ്ങളുടെ അടിസ്ഥാനം ദാനധർമ്മമാണ് എന്നുള്ളതും നമ്മൾ മറക്കരുത്. മറ്റുള്ളവർക്ക് ഔദാര്യത്തോടുകൂടി നൽകുക, നമ്മുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുക, അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കഥ, അത് ലിയോ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ ഒരു കഥയാണ്. അത് ഒരു മനുഷ്യന് എത്ര മണ്ണ് വേണം എന്നുള്ള ഒരു കഥ. അവിടുത്തെ ആ കഥ ഇതാണ്: പഹോം എന്ന് പറയുന്ന ഒരു കർഷകൻ, അവന് സ്വന്തം ഭൂമിയിൽ തൃപ്തിയില്ല, കുറച്ചുകൂടെ ഭൂമി വേണം എന്ന ചിന്തയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമമുഖ്യൻ്റെ അടുത്ത് ചെല്ലുന്നു. ഗ്രാമമുഖ്യൻ പറയുന്നു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള ഭൂമി ഞാൻ തരാം, പക്ഷെ ഒരു കാര്യമുള്ളൂ, നീ നടക്കുക, നടന്നിട്ട് എന്തുമാത്രം സ്ഥലം നീ നടന്നു തീർക്കുന്നുവോ അത് ഞാൻ നിനക്ക് തരാം. ഒരു കണ്ടീഷൻ മാത്രം: സൂര്യോദയം മുഴുവൻ നടന്നിട്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് നീ പുറപ്പെട്ട സ്ഥലത്ത് നീ തിരിച്ചെത്തണം. അപ്പോൾ അവിടെ അത്രയും ഭൂമി നിനക്ക് ഞാൻ തരാം. ആദ്യം നടന്നു തുടങ്ങിയ പാഹവും പിന്നീട് ആർത്തിമൂത്ത് ഓടുകയാണ്. ഓടി അയാൾ വലിയ കിതപ്പോടുകൂടി ഓടി. അപ്പോൾ അവസാനമായപ്പോൾ സൂര്യാസ്തമയമാകുന്നു. അയാൾ തിരിച്ചോടി. പക്ഷേ ഈ പുറപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ രക്തം ഛർദ്ദിച്ച് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഗ്രാമമുഖ്യൻ പറയുന്നു, ഇപ്പോൾ ഇവന് 6 അടി മണ്ണ് മതി. അപ്പോൾ ലൗകിക സമ്പത്തിനെ കുറിച്ചുള്ള വലിയ പ്രബോധനം ഈശോ നൽകുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളെ നല്ലതാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.